ഹായ്, നമ്മൾ ഇന്നത്തെ പരിപാടി ഇതാ ഗ്ലൗസെല്ലാം രണ്ട് കൈക്കും ഗ്ലൗസെല്ലാം ഇട്ട് ഫുള്ള് വൃത്തിയാക്കുന്ന പരിപാടിയാണ്. നമ്മളെ കക്കൂസിൻ്റെ സ്ലേവായത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫുള്ള് കച്ചറേനും പിന്നെ ബാക്ക് സൈഡ്സ് ഇതായത് ചെടിയെല്ലാം വന്ന് മുളച്ച് ആടിയതായി. ഞാനത് കംപ്ലീറ്റ് അടിച്ചു വാരി വൃത്തിയാക്കി. അപ്പോൾ അമ്മ കുറേ ദിവസമായി പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ കൊതുക് പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ 3 സ്ലേവ് ഉണ്ട്. അതിൻ്റെ സൈഡിലും മുകളിലെല്ലാം നല്ല വിള്ളലുണ്ട്. ഞാൻ മുട്ടിയെടുത്തുകൊണ്ടുവന്ന് പഴയ തേപ്പെല്ലാം അടിച്ച് പൊളിച്ച് കത്തിയെടുത്തുകൊണ്ടുവന്ന് ചിരണ്ടി വൃത്തിയാക്കി കുറച്ച് കുഴിച്ച് ഒരു കല്ലിൻ്റെ ആയത്തിൽ ഞാൻ കുറച്ച് കുഴിച്ചെടുത്തിൻ്റെ വായിക്കോടുത്തിട്ട് കത്തിനെ കൊണ്ട് കുത്തി നോക്കുമ്പോൾ അന്ന് മണ്ണിങ്ങനെ താണാണ് പോകുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വായിക്കൊണ്ട് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുട്ടിയിൽ തുറപ്പിച്ച് ഒരു കല്ലിൻ്റെ ആഴത്തിൽ ആ സൈഡിൽ നിന്ന് മാത്രം മണ്ണെടുത്ത് അങ്ങനെ കുറച്ച് സിമെൻറ്റും ഒരു ചാക്ക് മറ്റേ പീസാൻറ്റും കൂടി വാങ്ങിക്കൊണ്ടുവന്ന് അത് രണ്ടും കൂടി അവിടെ സ്ലേവിൻ്റെ മുകളിൽ തന്നെ ഇട്ട് മിക്സാക്കി എടുത്ത് കുറച്ച് നല്ല കൂടുതൽ തന്നെ സിമെൻറ്റ് കയറ്റി സ്ട്രോങ്ങിലായിട്ടിന്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇളകിപ്പോണ്ടാകുന്ന രീതിക്ക്. കാരണം വെച്ചാൽ എപ്പം നനയുന്ന സ്ഥലമാണ്. അപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചെറിയ കത്തിയേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് പിന്നെ ഈ സൈഡിലെല്ലാം നല്ലോണം സിമെൻറ്റ് പൊടി ഇങ്ങനെ വിതറി കൊടുത്ത് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുമല്ലോ എന്ന് വെച്ചിട്ട് നല്ലോണം ഇട്ടിന്. പിന്നെ അപ്പുറത്തെ 2 സൈഡിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒന്നും ആയിട്ടൊന്നുമില്ല. ഈ സൈഡും പിന്നെ അതിൻ്റെ മോൾ ഭാഗം മാത്രമാണ് ഇങ്ങനെ വിള്ളൽ വന്നത്. പിന്നെ ആ സൈഡും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലും ഇപ്പുറത്തെ സൈഡിലെല്ലാം കൂടിയിട്ട് നല്ല വൃത്തിക്കും കല്ലിനും സ്ലാബിനും ഉൾപ്പെടെ നല്ലോണം സിമെൻറ്റ് തേച്ച് കൊടുത്ത് നല്ലോണം കുറച്ച് വെള്ളമാക്കിയിട്ട് തന്നെ സിമെൻറ്റ് നല്ല വൃത്തിയിൽ പറ്റിച്ച് കൊടുത്ത് നല്ലോണം പറ്റിച്ച് അതിൻ്റെ ഉള്ളിലെല്ലാം ആ ഗ്യാപ്പ് കല്ല് പൊടിഞ്ഞ് വന്ന സ്ഥലത്തെല്ലാം കൂടിയിട്ട് സിമെൻറ്റ് ആദ്യം വെച്ച് അടച്ച് എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മഴക്കാലമാകുമ്പോൾ എല്ലാവരും അവനവൻ്റെ സ്വന്തം വീട്ടിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കുന്നത് അത്ര നല്ലതായിരിക്കും. കാരണം വെച്ചാൽ കൊതുക് പരമാവധി കുറയും. നമ്മളെ കക്കൂസിൻ്റെ സ്ലേവിലായിരിക്കും ടാങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ കൊതുക് ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടി ഇങ്ങനെ കൊതുക് തിന്നത് അമ്മ പറഞ്ഞത്. ഞാൻ അതിൻ്റെ മുകൾ ഭാഗമെല്ലാം മുട്ടിയെടുത്ത് അടിച്ച് പൊട്ടിച്ച് ഹൈക്കോടതി ചിരണ്ടി വൃത്തിയാക്കി പിന്നെ ഹൈക്കോടതി കൊത്തി നോക്കി തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിലാക്കി ഇനിയിപ്പോൾ സൈഡിൽ ഞാൻ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യുന്നത് ബ്രഷ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയെടുത്തിട്ടും ചെയ്തത്. ഇപ്പോൾ സൈഡിൽ കണ്ടോ തേച്ച് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു പഴയ കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായത്. ഇപ്പോൾ നോക്കി കേട്ടാൽ നല്ല അടിപൊളിയായി. അപ്പോൾ മഴക്കാല രോഗങ്ങൾ തടയാൻ വേണ്ടി എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കുക. ഓക്കെ.